ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ഹെയർ രണ്ടുപേരുടേതാണ്. രണ്ടുപേർക്കും പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റിനാണ് ചെയ്തിരിക്കുന്നത്. ഇതിലെ ആദ്യത്തെ ഹെയർ നല്ല കേൾസുള്ള ഹെയറാണ്. അപ്പോൾ ഒരു 3 വർഷം മുമ്പാണ് നമ്മുടെ അടുത്ത് വന്ന് പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റിൻ ചെയ്ത്. പിന്നെ ഇപ്പോഴാണ് വരുന്നത് പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം സമയക്കുറവ് കൊണ്ടാണ് വരാതിരുന്നത്, അതുകൊണ്ടാണ്. അപ്പോൾ ഇപ്പം നമ്മൾ ലെങ്ത് കുറയ്ക്കാതെ കേൾസ് വേണ്ടാന്ന് പറഞ്ഞ് ആ രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ ഹെയർ നല്ല കേൾസുള്ള ഹെയറാണ്. അത് ഡ്രൈനെസ് കൊണ്ട് ഫേസിന് ചേരുന്ന രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഹെയർ ഒരു ദിവസം 100 ഹെയർ കൊഴിയാം. അപ്പോൾ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം നമ്മുടെ ഹെയർ വാഷ് ചെയ്യുന്നെങ്കിൽ, ഷാമ്പു വാഷ് ചെയ്യുന്നെങ്കിൽ ഈ 100 എന്നുള്ളത് 50 ഹെയർ ആയാൽ പോലും അത് കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ നല്ല ഹെയർ കൊഴിയും. അപ്പോൾ നമ്മൾ പേടിച്ച് പോയോ, ഒരു ദിവസം നമുക്ക് ഇത്രയും ഹെയർ കൊഴിയുന്നുണ്ടോ? അപ്പോൾ അത് പേടിക്കേണ്ട. കാരണം നമുക്കത് കൊഴിയാനിരിക്കുന്ന ഹെയർ അത് കൊഴിഞ്ഞു പോകുന്നത് ആർക്കും ആ ഒരു കാര്യത്തിൽ ടെൻഷൻ വേണ്ട. അതുപോലെ തന്നെ നമുക്ക് ഹെയർ കൊഴിഞ്ഞിട്ട് ബേബി ഹെയർ വരുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം. ഈ ബേബി ഹെയർ വരുന്നുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. ബേബി ഹെയർ വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം, ബ്ലഡ് ചെക്ക് ചെയ്ത് നോക്കണം. കാരണം എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നമുക്കറിയാൻ പറ്റുമല്ലോ ബ്ലഡിൽ. ഇപ്പോൾ അയണിൻ്റെ കുറവോ കാൽസ്യത്തിൻ്റെ കുറവോ അങ്ങനെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് അറിയാൻ പറ്റും. തൈറോയ്ഡ് അങ്ങനെ എന്തുണ്ടെങ്കിലും അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ ഡോക്ടറെ കാണണം. അതുപോലെ തന്നെ ഒരു ദിവസം 3 ലിറ്റർ വെള്ളം കുടിക്കണം. വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ പെട്ടെന്ന് യാത്രയൊക്കെ ചെയ്യുന്ന സമയത്താണെങ്കിലും എവിടെയെങ്കിലും യാത്ര പോവുകയാണെങ്കിൽ നമുക്ക് വെള്ളം കുടിക്കാൻ പറ്റിയില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ ഹെയർ നന്നായിട്ട് കൊഴിയും. അപ്പം വെള്ളം കുടിക്കാത്തത് കൊണ്ട് 2-3 ദിവസം കഴിഞ്ഞായിരിക്കും ഹെയർ കൊഴിയുന്നത്. അപ്പോൾ അത് നമ്മൾ വെള്ളം കുടിക്കുന്നത് ശരിയാക്കി കഴിഞ്ഞാൽ അതും ഓക്കെ ആവും. അതുപോലെ തന്നെ ഡാൻഡ്രഫ് ഉണ്ടോ, അതുപോലെ ഡാൻഡ്രഫിൻ്റെ ശല്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഹെയർ കൊഴിയാറുണ്ട്. അപ്പോൾ അത് മാസത്തിൽ ഒരു പ്രാവശ്യം നമ്മൾ പ്രോട്ടീനോ സ്പായോ ഒക്കെ ചെയ്യാൻ പോവുകയാണെങ്കിൽ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞു തരും. ഡാൻഡ്രഫിൻ്റെ ശല്യം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് തന്നെ നമ്മൾ ഡാൻഡ്രഫ് ട്രീറ്റ്മെൻറ്റ് ചെയ്യാം. അല്ലെങ്കിൽ തന്നെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇടയ്ക്ക് പറഞ്ഞു തരാറില്ല. അലോവേര ജെല്ല്, എഗ് വൈറ്റ്, വൈറ്റമിൻ ഇ, ഇത് സ്കാൽപ്പിൽ കൊടുക്കാം. സ്കാൽപ്പിൽ കൊടുത്ത് ഹെയർ തേക്കുമ്പോൾ ചിലർക്ക് ഡ്രൈനെസ് ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് സ്കാൽപ്പിൽ കൊടുക്കുക. എന്നിട്ട് ഒരു 10-15 മിനിറ്റ് അല്ലെങ്കിൽ 20-25 30 മിനിറ്റ് വരെ ഇരിക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഷാമ്പു വാഷ് ചെയ്ത് കണ്ടീഷണർ, സിറം ഇതൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ. അതുപോലെ ഹെയർ 100 മുടി കൂടുതൽ ഒരു ദിവസം നമുക്ക് 100 ഹെയർ കൊഴിയാം. അതിൽ കൂടുതൽ കൊഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കണം. ഇതാണ് നമ്മുടെ ആദ്യത്തെ ഹെയർ. നല്ല കേൾസുള്ള ഹെയർ അല്ല, കാരണം നല്ല കേൾസുള്ള ഹെയർ ആയിരുന്നു ആദ്യം. ഇതിപ്പം 3 വർഷമായിട്ടുണ്ട് നമ്മുടെ അടുത്ത് വന്ന് പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റിൻ ചെയ്ത്. ഇപ്പം രണ്ടാമതിപ്പം ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഈ ഹെയറിന് നമ്മൾ ലെങ്ത് കുറയ്ക്കാതെ സ്ട്രൈറ്റ് ആയിട്ട് തന്നെ വേണമെന്ന് പറഞ്ഞതുകൊണ്ട് കട്ട് ചെയ്താണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഫസ്റ്റ് ക്രീമാണ് അപ്ലൈ ചെയ്യുന്നത്. ഫസ്റ്റ് ക്രീം അപ്ലൈ ചെയ്തിട്ട് ഹെയർ കട്ട് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞിട്ടുണ്ട്. പക്ഷേ നേരത്തെ ഈ ചെയ്തിട്ടുള്ള ഹെയർ മാത്രം നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഫസ്റ്റ് ക്രീം ഇട്ട് വെച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഹെയർ വാഷിംഗ് ആണ്. ഹെയറൊക്കെ വാഷ് ചെയ്തിട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഹെയർ ഡ്രയർ ചെയ്യും. ഹെയർ ഡ്രയർ ചെയ്ത് അപ്പോൾ തന്നെ നമ്മുടെ ഹെയറിന് നല്ല വോളിയം തോന്നിക്കും. ഹെയർ നമ്മളിത് ഫസ്റ്റ് വാഷ് കഴിഞ്ഞതേ ഉള്ളൂ ക്രീം അപ്ലൈ ചെയ്തിട്ട്. അപ്പോൾ തന്നെ നല്ല ഇത് ഒന്ന് ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പിന്നെ ഇതിനകത്ത് അയൺ കൊടുക്കുന്നത്. അല്ലെങ്കിൽ ആ ഒരു ഫിനിഷിങ് വരത്തില്ല. വോളിയം കൂടുതലുണ്ട്, ഫിനിഷിങ് കിട്ടത്തില്ല. അപ്പം നമ്മൾ അയണൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ന്യൂട്രലൈസർ ഇട്ട ഹെയറാണ്. ഇതിപ്പോൾ ന്യൂട്രലൈസർ ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ കെരാറ്റിനാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോഴത്തന്നെ ഹെയറിന് നല്ല വോളിയമായി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഈ കെരാറ്റിനും കൂടെ ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഈ ഹെയറിന് നമ്മളിപ്പം ക്യാപ്പിട്ട് അരമണിക്കൂറേ വെയിറ്റ് ചെയ്യത്തുള്ളൂ. കാരണം ഇത് നമ്മൾ ഒന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്ത ഹെയർ ആകുമ്പോൾ അരമണിക്കൂർ മതി. അതല്ലെന്നുണ്ടെങ്കിൽ 40 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെ നമുക്ക് വെക്കാം. അപ്പോൾ ഇത് അയൺ ചെയ്ത് കഴിഞ്ഞ ഹെയറാണ്. അയൺ ചെയ്ത് കഴിഞ്ഞുകൊണ്ട് അതൊന്ന് ഇച്ചിരി തിന്നായിട്ട് തോന്നുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ വാഷ് ചെയ്ത ഹെയറാണ്. എല്ലാം കഴിഞ്ഞ് വാഷ് ചെയ്തപ്പോഴത്തേക്ക് നല്ല സിൽക്കി ആയിട്ടുള്ള ഹെയറായിട്ട് കിട്ടി. അപ്പോൾ ഈ സിൽക്കി ആയിട്ടുള്ള ഹെയർ ഇനി ഇത് ഓരോ വാഷ് കഴിയും തോറും വോളിയം കൂടുതലായിരിക്കും തോന്നിക്കുന്നത്. അപ്പോൾ ഇത് അഴിച്ചിട്ടാലും കെട്ടിവെച്ചാലും ഒക്കെ നല്ല ഭംഗിയാണ് ഹെയറിന്. നാച്ചുറൽ ലുക്കാണ് ഹെയറിന്. അപ്പോൾ ഡോക്ടർ നന്നായിട്ട് കെയർ ചെയ്യും ഹെയർ. ഞാൻ ഡോക്ടർ ജെയ്സി പത്തനംതിട്ട നിന്നാണ് വരുന്നത്. ശിവലക്ഷ്മി ബ്യൂട്ടി പാർലറിൽ ഇത് 2ാം തവണയാണ് ഞാൻ വന്ന് എൻ്റെ ഹെയർ പെർമനൻറ്റ് ബ്ലോ ഡ്രൈയും കെരാറ്റിനും ട്രീറ്റ്മെൻറ്റ് ഞാൻ ചെയ്യാനായിട്ട് വരുന്നത്.
3 വർഷത്തിന് മുൻപ് ഞാൻ ഇവിടെ വന്ന് ചെയ്തിരുന്നു. അതിൽ സംതൃപ്തമായിട്ടാണ് ഇപ്പോൾ വീണ്ടും ഞാൻ ഇവിടേക്ക് കടന്നു വന്നത്. സമയക്കുറവ് കൊണ്ടാണ് 3 വർഷം കാലതാമസം എടുത്തത്. വളരെ ഭംഗിയായിട്ട് ഹെയർ ബ്ലൂ ഡ്രൈയും പെർമനൻറ്റ് ബ്ലൂ ഡ്രൈയും കെരാറ്റിനും കൂടെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ വളരെ ഹാപ്പിയാണ്. ഇത് രണ്ടാമത്തെ ഹെയർ നല്ല കേൾസും നല്ല ഡ്രൈനെസ് ഉള്ള ഹെയറാണ്. അപ്പം ഈ ഹെയർ നമ്മൾ ഇപ്പം ഒരുപാട് ലെങ്ത് കുറച്ചിട്ടില്ല, ലെങ്ത് നിർത്തിനാലും കുറച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഹെയറാണ്. ഇതിപ്പോൾ നമ്മൾ കെരാറ്റിൻ അപ്ലൈ ചെയ്തിരിക്കുന്നത് ലാസ്റ്റ്. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ഭംഗിയുള്ള ഹെയറായിട്ട് കിട്ടി. അഴിച്ചിട്ടൊന്ന് അടക്കുകയും ചെയ്യാൻ, കെട്ടിയും വെക്കാം, ആ രീതിയിലേക്ക് നമുക്ക് ഹെയർ കിട്ടി. നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഗുരുവായൂർ ഷീബാലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിലുള്ളത് ഞായറും തിങ്കളുമാണ്. പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞായറും തിങ്കളും ഗുരുവായൂർ ഷീബാലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിൽ എത്തുന്നത്. ചൊവ്വ മുതൽ ശനി വരെ ഞാൻ ആലപ്പുഴ ജില്ലയിലെ കായംകുളത്തിനും അടൂരിനും ഇടയ്ക്കാണ് ചാരുമൂട്. ഞാൻ ചാരുമൂട്ടിലാണ് ചൊവ്വ മുതൽ ശനി വരെ. ഞായറും തിങ്കളും ഗുരുവായൂർ ഷീബാലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിലും. ബുക്കിംഗ് അനുസരിച്ചാണ് ഞാൻ ഗുരുവായൂർ ഷീബാലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിൽ എത്തുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്